അങ്ങനെയാണോ പറയാൻ പറഞ്ഞത്? കറക്റ്റായിട്ട് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊന്നും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്ലേസാണ് തിരുവനന്തപുരത്തുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിലുള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് അവിടെയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ മിനിയേച്ചർ ട്രെയിൻ ഇവിടെയുണ്ട്. പിന്നെ ബീച്ച്, കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകൾ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറേ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. റിപ്പബ്ലിക്കിൻ്റെ എക്സ്പ്ലോറിംഗ് ട്രിവാൻഡ്രം സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അഡൾട്ടിന് വന്നിട്ട് 20 രൂപയാണ്, 2 പേർക്ക് 40 രൂപ. 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ 5 രൂപയും, അതിന് താഴോട്ടുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീയുമാണ്. സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം, അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സ്കൾപ്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ശ്രീ കാനായി കുഞ്ഞിരാമൻ അവരുടെ ഒരുപാട് കലാസൃഷ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പാർക്കിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കാനായിട്ട് സ്വിങ് ഉണ്ട്, പിന്നെന്താ സ്ലൈഡ് ഉണ്ട്. ഇവിടെ പാർക്കിൽ നല്ല തിരക്കായതുകൊണ്ട് ക്യൂവിൽ നിന്ന് ഈ സ്ലൈഡിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന ക്രിസ്റ്റിക്കുട്ടൻ. ആള് മാരവുമല്ല ഒഴിഞ്ഞു. എന്താടാ, ട്രെയിനിൽ പോണോ? ട്രെയിനിൽ പോവാലോ. ഇഷ്ടപ്പെട്ടോ ക്രിസ്റ്റിക്ക് വിടാം? ഇവിടത്തെ ഈ ഒരു ശംഖ് കണ്ടോ? ബേളിയുടെ ഒരു മുഖച്ഛായയാണ് ഈ ഒരു ശംഖ് എന്ന് പറയുന്നത്. കാലാകാലങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശില്പമാണ് ഈ ശംഖിൻ്റെത്. പക്ഷേ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു കുളം കുറച്ചൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ തോന്നി. കുറ്റം പറഞ്ഞല്ല, ഇത്രയും ഭംഗിയുടെ ഇടയ്ക്ക് അത് ഭയങ്കര ഒരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേളിക്കകത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ മിനിയേച്ചർ ട്രെയിനുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ വേളിക്കകത്തുള്ളത്. ശരിക്കും പറഞ്ഞ ഒരു പക്ക റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ആംബിയൻറ്റ് തന്നെയാണ്. ഏകദേശം 3 ബോഗികൾ വരുന്ന ഒരു ട്രെയിനാണ് ഇത്. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്ന ആൾക്കാർക്ക് 50 രൂപയാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 30 രൂപ ഹാഫ് ടിക്കറ്റാണ് ചാർജ്. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. തീവണ്ടിയുടെ നമ്മുടെ ഈ ഒരു കൂകുവിളി വരെ ഉണ്ട്. ഇതിനകത്ത് ഏകദേശം 1-2 കിലോമീറ്ററോളം ദൂരത്തിൽ സകല കാഴ്ചകൾ ഇത് ചുറ്റിമടന്ന് കാണിക്കും. ഒരു ഫണ്ണാണ്, ഒരു ആക്ടിവിറ്റി. നമ്മൾ നടന്ന് കാണുന്ന ഒരു വേറെ ഫീലാണ്, പിന്നെ തീവണ്ടി ഇരുന്ന് കാണുന്ന വേറൊരു ഫീലാണ്. ഇത് കണ്ടോ, ചെറിയൊരു കുളം പോലെ സംഭവമുണ്ട്. വെള്ളത്തിന് മുകളിൽ കൂടെ പോകുന്ന ഒരു എഫക്റ്റ് ഒരു പ്രതീതിക്ക് വേണ്ടി ആയിരിക്കണം. ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ട്രാക്കുകളെല്ലാം കണ്ടോ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ട്രാക്ക് പോലെ തന്നെയാണ്. അപ്പുറത്തിപ്പുറത്ത് മനോഹരമായിട്ടുള്ള പൂന്തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു ട്രാക്ക്. ഈ ട്രെയിനിൻ്റെയൊക്കെ മെയിൻ്റെനൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന റെയിൽവേ മെയിൻ്റെനൻസ് ഷെഡാണ്. ലോക പര്യടനം കഴിഞ്ഞു, യാത്ര കഴിഞ്ഞു.
ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ട്രെയിനിൽ നമ്മൾ 50 രൂപ കൊടുത്ത് പോയത് നമുക്കൊരു നഷ്ടമില്ല. ഒരു ടണലിൽ കൂടെ അവർ കയറുന്നുണ്ട്, ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ അവർ പോകുന്നുണ്ട്, അതായത് കായലിൻ്റെ കുറുകെ അവർ പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ എന്തായാലും ചൂളംവിളിയും ആ ട്രെയിനിൻ്റെ കുടുക്കവും കാര്യങ്ങളും എല്ലാം നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്തായാലും കൊള്ളായിരുന്നു, അവിടെ ഓണായിരുന്നു മൊത്തത്തിൽ. ബോട്ട് ക്ലബ്ബിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ ഒരു കായലാണ്. അപ്പോൾ ഈ കായലിലൂടെ നമുക്ക് 2 ടൈപ്പിലുള്ള ബോട്ട് ആക്ടിവിറ്റി നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഒന്ന് സഫാരി ബോട്ട് സർവീസ്, പിന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൻ്റെയാണ്. സഫാരി ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. സ്പീഡ് ബോട്ടാണെങ്കിൽ 4 പേർക്ക് 1000 രൂപ. ഇതാണ് അവരുടെ ചാർജ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഈ വെള്ളത്തിൻ്റെ കായലിലൂടെ അങ്ങോളം ഇങ്ങോളം നമ്മളെ കൊണ്ട് ചീറി പാഞ്ഞ് പോകുന്ന സ്പീഡ് ബോട്ടും ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരെയും കൊണ്ട് പോകുന്ന സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സഫാരി ബോട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇതിവിടെയുള്ള ഒരു പെഡസ്റ്റൽ ബോട്ട് ആക്ടിവിറ്റിയാണ്. അപ്പോൾ 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പെഡസ്റ്റൽ ബോട്ടാണ്. 150 രൂപയാണ് ചാർജ്. ഏകദേശം 15 മിനിറ്റാണ് അതിൻ്റെ ഒരു സമയം ഇവർ കൊടുത്തിരിക്കുന്നത്. കൃഷി തളർന്നു പോയോ? കാറ്റ് കൊള്ളുകയാണോ? ലഞ്ച് കഴിക്കുന്ന സ്ഥലമാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. കൊള്ളാമോ? ഇതാണ് ഇവിടെ 2 നിലയുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. ഫ്ലോട്ടില്ല എന്നാണ് ഇതിൻ്റെ പേര്. ബർഗർ, സാൻഡ്വിച്ച്, ഷേക്ക് അങ്ങനെയുള്ള ലഘുഭക്ഷണശാല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്താ ഈ കായലിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഇത് ചുറ്റും വെള്ളം ആയതുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടോ, കുട്ടികളെ ശ്രദ്ധിക്കാമെന്നൊക്കെ. അതിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ജലതരംഗം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്ലോട്ടിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടത്താൻ വേണ്ടിയായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഗാലറിയാണ് ഇവിടെ. ഉണ്ടോ? ഹായ്. ആ, അപ്പോൾ നമ്മൾ ഈ ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ നമ്മൾ ഒരു പകുതി ഭാഗം കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് ഈ കായലിന് കുറുകെയായിട്ട്. അപ്പോൾ ഇത് മുറിച്ച് കടന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പുറത്ത് ബീച്ചിലേക്കാണ്. ബീച്ചിലെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. അവിടെയാണ് ക്രിസ്റ്റി പറഞ്ഞ് എന്താ ഉള്ളത്? കുതിര. കുതിരയുള്ളത്. പാല കടന്ന് കയറി വരുമ്പോഴത്തേക്ക് ജ്യൂസ്, ഐസ്ക്രീംസ്, ഷേക്ക് വിൽക്കുന്ന കുറേ ഹട്ടുകൾ കാണാൻ പറ്റും. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത ഒരു വിമാനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ദൂരെ നോക്കുമ്പോഴുള്ള ചെറിയൊരു സംഭവമല്ല, ഇത് വലിയൊരു പ്ലെയിനാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതാണ്. ഇവിടെ പിന്നെ അപ്പുറമായിട്ട് ഒരുപാട് കച്ചവടക്കാരായിട്ട് കാണാൻ പറ്റും. കണ്ട ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ കളിപ്പാട്ടങ്ങളും എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, കച്ചവടക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. കൊള്ളാമോ ക്രിസ്റ്റി? ടേസ്റ്റ് ഉണ്ടോ? എരിവുണ്ടോ? നോട്ടെ എനിക്ക് തന്നെ. കൊള്ളാം കേട്ടോ. ഇവിടെ കോളിഫ്ലവറിൻ്റെ പ്ലേറ്റാണ് 50 രൂപ. ടേസ്റ്റ് ഉണ്ട്. അത് കരിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. കൃഷി പറക്കി തിന്നുന്നുണ്ട്. യമ്മി. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലത് ഭാഗത്ത് കായലുമാണ്, ഇടത് ഭാഗത്ത് കടലുമാണ്. ഇതിപ്പോൾ 2 സെപ്പറേഷനായിട്ട് കിടക്കുകയാണ്. വേലിയേറ്റ സമയത്തായിരിക്കും ഈ കടലും കായലും കൂടി ഒന്നാവുന്നത്. ഈ ഒരു ഭാഗത്തൂടി മണൽത്തട്ടയിൽ കൂടി വെള്ളം, കടലിൽ നിന്ന് വെള്ളം കയറി കായലിലേക്ക് വരും. വേലി ഇറക്ക സമയത്ത് വീണ്ടും പഴയതുപോലെ എന്നും കൂടെ പിണങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു പ്രതിഭാസം അതാണ്. ഭയങ്കര രസമായിരിക്കും കേട്ടോ. നേരിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ഈ കാണുന്ന കുതിരപ്പുറത്ത് ജൈത്രയാത്രയ്ക്കായി ഷാരോണും ക്രിസ്റ്റിയും ഒരുങ്ങുകയാണ്. അതന്നെ ചേട്ടാ, പയ്യെ പോയാ അത് കേട്ടോ. പിടിച്ചിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ കയറിയില്ല, സാരമില്ല. ടെങ് ടെങ് ടെങ്. എങ്ങനെ ഉണ്ടായിരുന്നു കുതിര മുകളിലുള്ള സഞ്ചാരം?
ആദ്യമായിട്ടാണ്ടായിരിക്കും പേടി തോന്നിയത്. കുതിരയല്ലേ, കഴുതയല്ലല്ലോ. നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് ബീച്ചിലെത്തിയത് കറക്റ്റ് സമയത്താണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ വന്നത്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ബീച്ചിലെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് സൺസെറ്റിൻ്റെ സമയമാണ്. അസ്തമയ സൂര്യൻ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്കിവിടെ ആ ഒരു ടൂറിസ്റ്റ് വില്ലേജിലാണെങ്കിലും ഈ ഒരു ബീച്ചിലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിൽ പട്ടം വിൽപ്പനക്കാരനാണ്. പട്ടം കണ്ടപ്പോഴത്തേക്ക് ഷാരോണ് പട്ടം പറത്താനായിട്ട് മോഹം. പട്ടം പറത്താൻ അറിയുമോ അവനൊക്കെ? പണ്ടങ്ങാണ്ട് പറത്തിയതാണ്. പറത്തി നോക്കാം. 60 രൂപയാണ് ഒരു പട്ടത്തിൻ്റെ വില. അങ്ങനെ പട്ടം പറത്താനുള്ള ഒരുക്കത്തിലാണ് ഷാരോണും ക്രിസ്റ്റിയും. ഓൾ ദ വെരി ബെസ്റ്റ്. അങ്ങനെയല്ലേ, വിട്, അത് വിട്, അതങ്ങ് വിട്, വിട് വിട് നൂല് വിട്, തര വിട്. ഇത് നിനക്ക് ഞാൻ പറഞ്ഞു തരണം പട്ടം പറത്താനായിട്ട്. പറന്ന് ഏ ഷാരോൺ പറത്തിയ പട്ടം ഇവിടെ മേല് പറന്ന് പൊങ്ങുന്നുണ്ട്. ക്രിസ്റ്റി പട്ടം പറത്തുന്ന നമ്മുടെ പട്ടം ഏറ്റവും ടോപ്പില്. പട്ടം പറത്തിട്ടുണ്ടോ? ഒരു വട്ടം അത് ഇത്ര പൊങ്ങിയിട്ടൊന്നുമില്ല. അവിടെ അത്ര വലിയ കാറ്റൊന്നും ഇല്ലല്ലോ. ഇത്ര പൊക്കത്തിലൊന്നും ആദ്യമായിട്ട് പറത്തുന്നത്. പൊട്ടുകൂടിയത് എന്തോ പൊട്ടിയാ തീർന്ന്. 60 രൂപ ഷൂ. അല്ലല്ല, അവിടെ പിടിക്കല്ലേ. ഇവിടെ പിടിച്ചോ. മുറുക്ക് പതുക്കെ പിടിച്ചാൽ മതി. ബലത്തിൽ പിടിച്ച പൊട്ടും. പതുക്കെ പിടിക്കണം. പതുക്കെ പിടിച്ചത് ഇങ്ങനെ വെട്ടി വെട്ടി കണ്ട. ഇതിപ്പോ വേലിയായിട്ട സമയമാണെന്ന് തോന്നുന്നു. കേറി വരുന്നുണ്ടതേ. ഇത് ഇവിടെ തന്നെയുള്ളൊരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കണ്ടോ, എന്തായിരുന്നാലും ഇത് ക്ലോസിങ് ടൈമായി. നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെയുള്ളൊരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കണ്ടോ, കുട്ടികൾക്കുള്ള ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റഫ് ബുക്കിൻ്റെ എക്സ്പ്ലോറിംഗ് ട്രിവാൻഡ്രം സീരീസിൽ ഈ വേലി ടൂറിസ്റ്റ് വില്ലേജിൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും വരണമെന്ന് പറഞ്ഞു. എല്ലാവരും വരണം ഇനിയാണോ പറയണേ? വരും ദിവസങ്ങളിൽ നമുക്ക് അടുത്ത നല്ല വീഡിയോസ് വീണ്ടും കാണുന്നതായിരിക്കും. സ്നേഹത്തോടെ യുവർ ജയദേവൻ സൈനിങ് ഓഫ് ഫ്രം